എടാ ആരാന്നറിയില്ല. ആ വളവ് തിരിഞ്ഞപ്പോ മുതല് ആരും എന്റെ പുറകെ കൂടിയിട്ടുണ്ട്. എനിക്കറിയില്ല. അവിടെ ആരുമില്ലല്ലോ. അല്ലടാ, ഉണ്ടായിരുന്നു. ചെന്ന് ചോദിക്കാന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുമ്പോ വഴക്കിനും തല്ലിനൊന്നും പോവാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാ. ആ മാളു, മോള് നേരത്തെ വന്ന സ്കൂളിൽ നിന്ന്? അച്ഛൻ എന്തേ? അച്ഛനെന്നെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കാക്കിട്ട് ഇങ്ങോട്ടോ പോയി. മോള് എടുപ്പുവാ? അമ്മ ഞാൻ ഇപ്പൊ വരാം, എന്റെ ഫ്രണ്ട് ഇപ്പൊ വരാം. അപ്പൊ അവൾക്ക് ബുക്ക് കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാം. ശരി, പോയിട്ട് വാ. എന്നാ ശരി പ്രകാശ, ഞാനെന്നാ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ശരി. എന്താ മോളൊരു വയ്യായിക? ഓഫീസിലുള്ള പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല അച്ഛാ. ഏട്ടത്തെ ആരൊക്കെയോ ഫോളോ ചെയ്യണമെന്ന് ഏട്ടത്തേക്കൊരു ഡൗട്ട്. ഫോളോ ചെയ്യുന്നോ? ആര്? അറിയില്ല അച്ഛാ. ഓഫീസിലും ആരൊക്കെയോ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഓഫീസിൻ്റെ അകത്തേക്ക് കയറി വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നായിരുന്നു എൻ്റെ ടെൻഷൻ. എനിക്കാകെ പേടിയാവുന്ന അച്ഛാ. കൊള്ളാം കൊള്ളാം മാമണി. നീ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി പറഞ്ഞേ. പേടിയാവണമെന്നല്ലേ? നീ പേടിക്കണം. നിന്റെ ജോലി വളരെ നിസ്സാരമായിട്ട് എനിക്ക് കളയാൻ പറ്റും. അപ്പോഴാണ് നിന്റെയും നിന്റെ അനിയത്തിയുടെയും നിന്റെ അച്ഛൻ്റെ ഒക്കെ ഒരു വെല്ലുവിളി. അപ്പൊ മനസ്സിലായടി ഞാൻ ആരാണ്? പിന്നെ അത്ര പെട്ടെന്ന് നിന്റെ ജോലി ഇല്ലാണ്ടാക്കിയ അതിനൊരു ത്രില്ലില്ല. ഇപ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരു എന്റർടൈൻമെന്റ് ആയി. നിന്റെ പേടി, അതാണ് എന്റെ സന്തോഷം. ആ സന്തോഷം കണ്ട് എന്റെ ചേച്ചി സന്തോഷിക്കും. ഈ ഓലപ്പാമ്പിനെ കണ്ട് നിങ്ങളുടെ മോളെ പേടിച്ചല്ലോ ശിവദാസ. ആവണി, നീ പേടിക്കണം. നിന്റെ ടേബിളിൽ നിന്ന് ഒരു മുട്ടുസൂചി പോലും താഴെ വീണ നീ പേടിക്കും. ആ അവസ്ഥ നിന്നെ എത്തിച്ചിരിക്കും. അത് മാത്രമല്ല, നീ 15 കൊല്ലം തപസ് ചെയ്തുണ്ടാക്കിയ നിന്റെ ഈ ജോലി ഞാനില്ലാണ്ടാക്കും. അത് താങ്ങാനുള്ള ചങ്കുറപ്പുണ്ടോ ശിവദാസ തനിക്ക്? നിനക്കൊണ്ടോടി? പ്രകാശ, നീ ഇവർക്ക് സപ്പോർട്ടാണല്ലേ? ഇനി മേല നിങ്ങളെ ഒരുമിച്ച് ഞാൻ കാണരുത്, കേട്ടല്ലോ? കുഞ്ഞമ്മ അത് പറഞ്ഞത് മനസ്സിലായല്ലോ?